ഗസ സിറ്റി 80% കീഴടക്കി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഗസ സിറ്റിയിൽ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർത്തുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഗസ സിറ്റിയിലെ ജനങ്ങളോട് ഖാൻ യൂനിസിലേക്ക് ഖാൻ യൂനിസിലേക്ക് പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തരാണ് ആക്രമണത്തിൽ. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദാണ് ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയത്. ഗസയിൽ നിന്നാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. 2 മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. ഒരെണ്ണം ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർത്തെന്ന് ഇസ്രായേൽ പറഞ്ഞു. മറ്റൊന്ന് ആൾതാമസമില്ലാത്ത സ്ഥലത്താണ് പതിച്ചത്. അതുകൊണ്ട് വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുംതോറും പലസ്തീനിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു. ഇപ്പോഴുണ്ടായ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന ഗ്രൂപ്പാണ്. അവർ ശക്തമായി തന്നെ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഹമാസിനെ പോലെ തന്നെ ചെറിയ ഒരു ആയുധ സേനയാണ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്. അവർ ഇപ്പോഴാണ് പരസ്യമായി യുദ്ധരംഗത്തേക്ക് വരുന്നത്. ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി മാറുകയാണ് പലസ്തീൻ. അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ്. ഗസ സിറ്റി പിടിച്ചെടുത്ത് ഹമാസിന്റെ മുഴുവൻ ആൾക്കാരെയും കൊന്നൊടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചപ്പോൾ പുതിയ ഒരു സംഘടന, പുതിയ ഒരു ശക്തി ഉദയം കൊണ്ടിരിക്കുന്നു. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്. അവരുടെ ശക്തി എന്തെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് എന്നാണ് വിവരം. അതല്ല, റോക്കറ്റുകളാണ് തങ്ങളുടെ നാട്ടിലേക്ക് വന്നതെന്ന് ഇസ്രായേൽ പറയുന്നു. എന്തായാലും ആക്രമണ വാർത്ത ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ബന്ധുക്കളടക്കമുള്ള ജനങ്ങൾ നെതന്യാഹു രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ വസതിക്ക് മുമ്പിൽ മാർച്ച് നടത്തി. അദ്ദേഹത്തിന്റെ വസതിക്ക് മുമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബന്ദികളെ മോചിപ്പിക്കണം, യുദ്ധം അവസാനിപ്പിക്കണം, ഇതാണ് അവരുടെ ആവശ്യം. ഇസ്രായേലികളും യുദ്ധം മടുത്തിരിക്കുന്നു. പേടിച്ച് വിറച്ച് കഴിയേണ്ട ഒരവസ്ഥ ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും നെതന്യാഹുവിന് പിടിച്ചു നിൽക്കാൻ ഇനി പാടാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഗസ സിറ്റി കീഴടക്കാൻ കൂടുതൽ കരസൈന്യത്തെ അയച്ചിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നെതന്യാഹുവിന്. ഹമാസ് പോരാളികളുടെ തുരങ്കങ്ങളെല്ലാം തകർത്തുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹമാസ് ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേലി സൈന്യം കരയുദ്ധത്തിൽ കിടന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനു പുറമെയാണ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇനി യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിക്കുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിക്കുക മാത്രമല്ല, നെതന്യാഹുവിനെ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നത് വരെ അവർ പൊരുതുമെന്നും പറഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ അവസ്ഥ അതിദയനീയമായി മാറുകയാണ്. നെതന്യാഹുവിന്റെ അവസ്ഥ അതിദയനീയമായി മാറുകയാണ്. യുദ്ധമോ ജയിച്ചില്ല, ബന്ദികളെ മോചിപ്പിച്ചില്ല. ഇതാണ് നെതന്യാഹുവിന്റെ അവസ്ഥ. ഇതിൻ്റെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് കൂടുതൽ കരസൈന്യത്തെ ഗസയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ പേര് കേട്ട കരസൈന്യം ഗസയിൽ കിടന്ന് വെള്ളം കുടിക്കുന്നു. എന്തായാലും ഖാൻ യൂണിസിലേക്ക് ഗസ സിറ്റിയിലെ ജനങ്ങളെ മാറ്റുകയാണ് ഇസ്രായേൽ. അവിടെ അഭയം തേടി പോണം, അല്ലെങ്കിൽ അപകടമാണ് നിങ്ങൾക്ക്. ഇതാണ് ഇസ്രായേൽ സേന കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ തന്നെ 1000-ലേറെ പേർ ഖാൻ യൂണിസിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ ഗസ സിറ്റി പിറന്ന നാട്ടിൽ നിന്ന് പോകാനാവാതെ വൈകാരികമായി പിറന്ന നാടിനെ സ്നേഹിക്കുന്ന നിരവധി ആൾക്കാർ അവിടെയുണ്ട്. അവർ അവിടെ നിന്ന് പോകുന്നില്ല. അതാണ് ഇസ്രായേലിനെ കുഴയ്ക്കുന്നത്. വളരെ ക്രൂരമായ ഒരു അധിനിവേശമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത്. പിറന്ന നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന ജനങ്ങൾ, അത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. 1000-ഓളം പേർ ഇസ്രായേലിന്റെ നിർദ്ദേശം മാനിച്ച് പേടിച്ച്
ഗസ സിറ്റിയിൽ നിന്ന് ഖാൻ യൂണിസിലേക്ക് പോയി കഴിഞ്ഞു. തെക്കൻ ഗസയിലേക്ക് പോയി കഴിഞ്ഞു. വല്ലാത്തൊരു ഗതികേടാണ് അവിടുത്തെ ജനത അനുഭവിക്കുന്നത്. എന്നിട്ടും ഹമാസും ചെറു സൈനിക സംഘങ്ങളും ചെറുത്തുനിൽപ്പ് നടത്തുന്നു. അവർ അവരുടേതായ രീതിയിൽ ചെറുത്തുനിൽപ്പ് നടത്തുന്നു. ആ ചെറുത്തുനിൽപ്പാണ് ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് പതിച്ച മിസൈലുകളായി മാറിയിരിക്കുന്നത്.